ഞാൻ തന്നെ 12-13 വർഷമായിട്ടുള്ളൂ ബി ജെ പി വന്നിട്ട്. ഈ 13 വർഷം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്റെ പൊളിറ്റിക്കൽ കരിയർ ഉണ്ടാക്കിയ ഗ്രാഫ് വളരെ വലുതാണ്. പുള്ളിസുര, അതുപോലെ തന്നെ ഒട്ടാം ഗോപാലകൃഷ്ണൻ, പിന്നെ കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തെ ഒരു എവിടെയോ പോയപ്പോൾ അദ്ദേഹത്തിന് കുമ്മൻ എന്ന് വിളിച്ചിട്ട് അതെന്താണ് അങ്ങനെ ഒരു ഫോക്കസ് ചെയ്ത്? കലിംഗ് തമ്പ്രാൻ എന്ന് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഒരു പേരുണ്ട്. അതെ, ചേട്ടൻ അങ്ങനെ പേര് ഉണ്ടോ? ഇല്ല, എനിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ് എന്നോടൊപ്പം ഉള്ളത്. VS ജിതിൻ ദേവാണ്, BJP യുടെ മുതിർന്ന നേതാവ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ വിശേഷം? നല്ല വിശേഷം, ഇങ്ങനെ പോകുന്നു. ഈ വിഷൻ 2026 ഒരു വലിയ ക്യാമ്പയിനൊക്കെ നടത്തി ചെയ്തൊരു പ്രോഗ്രാമാണ്. വിഷൻ 2026 കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും BJPക്ക്? BJP മുഖ്യമന്ത്രി ഉണ്ടാകുന്നതിനപ്പുറത്ത് BJP മുന്നോട്ട് വെക്കുന്ന 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, വികസിത കേരളം; രണ്ടാമത്തത്, സുരക്ഷിത കേരളം; 3, വിശ്വാസ സംരക്ഷണം. ഈ 3 മുദ്രാവാക്യങ്ങളും ജനങ്ങൾ മനസ്സാൽ സ്വീകരിക്കേണ്ട സമയമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾ മനസ്സാൽ സ്വീകരിക്കാൻ തയ്യാറായാൽ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഒരുപക്ഷെ സുഹൈൽ ചോദിച്ചതുപോലെ മുഖ്യമന്ത്രി ഉണ്ടാകുന്ന സാഹചര്യം വരെ കേരളത്തിലുണ്ടാകാം. പക്ഷേ തീരുമാനം ജനങ്ങളുടേതാണ്. ജനങ്ങളിലേക്ക് ഞങ്ങൾ ഇത് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വോട്ട് പെർസെൻറ്റേജിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വലിയൊരു ഘടകമാണ്. അതെ, ഈ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിച്ച് ന്യൂനപക്ഷം വോട്ട് കിട്ടിക്കൊണ്ട് BJP അധികാരത്തിൽ വരൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അതൊരു ഈ സ്വാഭാവികമായിട്ടും ഇപ്പം സുഹൈലിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മുസ്ലിം സമുദായം വലിയ തരത്തിൽ BJPയുടെ അടുപ്പം കാണിക്കാനായിട്ടൊരു വിമുഖത കാണിച്ചിരിക്കുന്നുണ്ട്. നോക്കൂ, ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഫാൾസ് നറേറ്റീവ് ഉണ്ട്, ഇടതുപക്ഷവും വലതുപക്ഷവും. കാരണം BJP എന്തോ മുസ്ലിം വിരുദ്ധമാണ്, BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെല്ലാം ഇവിടുന്ന് ഓടിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചില ഫാൾസ് നറേറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 11 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യം ഭരിക്കുക. ഈ മോദി സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പദ്ധതി ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് കാണിക്കാൻ പറ്റും? ഒരു പദ്ധതി. എന്നാൽ ഇവരെല്ലാം പറയുന്നത് ഞങ്ങൾ ഹിന്ദു വർഗീയ പാർട്ടിയാണെന്നുള്ളത്. ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഒരു പദ്ധതിയില്ല. മുഴുവൻ ജനങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന പ്രോജക്റ്റുകളുമായിട്ടാണ് മോഡി സർക്കാർ പോകുന്നത്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും ചെയ്ത് കഴിയുക, ഓരോ കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ നറേറ്റീവിനെ, അതായത് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഭയത്തെ മറികടന്ന് BJPയെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹം പോകുന്നത്. കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഒന്നും കിട്ടുന്നില്ല, വെറുതെ വന്ന് ഇങ്ങനെ ജനങ്ങളുടെ ഈ പറഞ്ഞ മുസ്ലിം വിഭാഗത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് വാങ്ങി പോകുന്നവർ വെറുതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ടൂളുകളായിട്ട് ഇവരെ ഉപയോഗപ്പെടുത്തുകയാണ്. ആ ഓരോ സംഘടനയ്ക്കും, ഈ പറഞ്ഞ ഇത്തരത്തിൽ വോട്ട് വാങ്ങിക്കുന്ന ഓരോ സംഘടനയും അവരുടെ ഡിമാൻഡുകൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട സമൂഹത്തെ ഉപയോഗിക്കുകയാണ്. സാധാരണക്കാരൻ എന്ത് ലഭിക്കുന്നു? അവൻ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും എന്ത് അവനുണ്ടാവുന്ന വികസനം എന്ത്? ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു മുസ്ലിം ഭൂരിപക്ഷം വോട്ട് നല്ലവരെ കിട്ടിയിട്ടുണ്ടോ? പിന്നെ ധാരാളം കിട്ടിയിട്ടുണ്ട്. നോക്കൂ, ആദ്യമായിട്ട് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഒരു മുസ്ലിം കൗൺസിലർ ഉണ്ടായി. ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം കൗൺസിലർ ജയിപ്പിച്ചത് ഏത് പാർട്ടിയാണ്? BJP ആണ് ജയിപ്പിച്ചത്. ധാരാളം സ്ഥലങ്ങളിൽ മുസ്ലിം സമൂഹം നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. വ്യക്തിപരമായി സൗഹൃദത്തിനപ്പുറത്ത് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഇഷ്ടം കൊണ്ട് BJP മുന്നോട്ട് വെക്കുന്ന ഡെവലപ്മെന്റ് പൊളിറ്റിക്സ്, രാജീവ് ചന്ദ്രശേഖരന്റെ മിഷൻ 2025, ഇതിനൊക്കെ വോട്ട് ചെയ്യാൻ ജനം തയ്യാറാണ്. പക്ഷേ ഒരു വലിയ തോതിൽ ജനങ്ങളെ അല്ലെങ്കിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ന്യൂനപക്ഷ സമുദായത്തിലേക്ക് അവരുടെ ഭയം മാറ്റി കടന്നെല്ലാം കൂടുതൽ പരിശ്രമങ്ങൾ BJP നടത്തും. ചില പോസ്റ്റുകൾ നമ്മൾ FB പോസ്റ്റ്, ഇൻസ്റ്റാ പോസ്റ്റിനകത്ത് ചില BJP അല്ലെങ്കിൽ RSS പ്രവർത്തകർക്ക് വളരെ വർഗീയപരമായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ പാർട്ടി ഒരു നേതാവെന്ന നിലയിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ആസൂത്രിതമായിട്ടുള്ളതല്ല. ഈ ഇപ്പം ആണെന്ന് തോന്നുന്നത് അല്ല, BJPക്കാരാണെന്നുള്ളതല്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ കേരളത്തിൽ വർഗീയപരമായി ജനങ്ങൾക്ക് ചെറുതിരി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ധാരാളം സംഘടനകളുണ്ട്. ഇപ്പോൾ SDPI, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ, ഇവരൊക്കെ ഒരു മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന നറേറ്റീവുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്തുണ്ടാവുന്ന ചില എന്താ പറയുക കുറ്റപ്പെടുത്തലുകളും അതൊക്കെയാണ്. അതൊന്നും ഒരു പാർട്ടിയുടെ നിലപാടൊന്നും അല്ല. അങ്ങനെ ഒരു വ്യക്തമായ നിലപാടൊന്നും അങ്ങനൊന്നുമില്ല. അല്ലാതെ ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയൊന്നും അല്ല. ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, ഭാരതത്തിലെ എല്ലാ ജനങ്ങളുടെയും പാർട്ടി. എല്ലാ പാർട്ടിക്കും ഒരു മുഖ്യ എതിരാളിയാണ്, ശത്രു ഉണ്ടാവും. അങ്ങനെ BJPയുടെ ഒരു ശത്രു, ഇന്ത്യയുടെ ഒരു ശത്രു എന്ന് നേരെ കാണിക്കാൻ പറ്റിയ വികസന വിരോധികളായിട്ടുള്ള, രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് എഗനിസ്റ്റായിട്ട് നിൽക്കുന്ന, രാജ്യ താല്പര്യങ്ങൾക്ക്, ദേശ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം BJPയുടെ ശത്രുക്കളാണ്. വികസനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ രാജ്യം നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന, വികസിത ഭാരതവും വികസിത കേരളവും സാധ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും BJPയുടെ മിത്രങ്ങളാണ്. അങ്ങനെയാണ്. ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഇഷ്ടമാണോ? പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇഷ്ടമാണെന്നുള്ളത് ഒരു വല്ലാത്ത ചോദ്യമാണ്. മുഖ്യമന്ത്രി അല്ല, നമ്മളിപ്പോൾ ഒരു പൊളിറ്റിക്കൽ, ഇപ്പോൾ പിണറായി വിജയൻ ഞാൻ തമ്മിൽ വ്യക്തിപരമായിട്ട് യാതൊരു സൗഹൃദവുമില്ല. പിണറായി വിജയനെ നമ്മൾ എങ്ങനെയാണ് ഇഷ്ടപ്പെടാതിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടുന്ന സമൂഹം കേരളത്തിൽ നിന്ന് വളരെ കുറവാണ്. രണ്ടാമതും അധികാരത്തിൽ വന്നു, 3.0 എന്ന് അവർ മുന്നോട്ട് വെക്കുമ്പോൾ 3.0 ഒരിക്കലും സംഭവിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണല്ലോ ഇത്തവണ തദ്ദേശത്തിൽ അവർ തിരിച്ചടിയുണ്ടായത്. നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക? വ്യക്തിപരമായിട്ട്
സ്വാഭാവികമായിട്ട് ഒരു മുതിർന്ന ഒരു പൗരന് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സിനെയും അദ്ദേഹത്തിന്റെ ഭരണത്തെയും അനുകൂലിക്കാനോ ഇഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യവും കേരളത്തിൽ അദ്ദേഹം ചെയ്തിട്ടില്ല. ഈ നിലവിലുള്ള ഭരണത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം എടുത്തു പറയാനുണ്ടോ? ഒന്നുമില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മാത്രമല്ലേ. ഇപ്പൊ എങ്ങനെയാണ് വിഴിഞ്ഞം പോർട്ട് വന്നത്? ഇവർ പറയുന്ന വികസനം എന്താണ്? വിഴിഞ്ഞം പോർട്ട് അത് സാധ്യമാക്കുന്നത് മോഡി കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത് സ്കൂളുകൾ, റോഡുകൾ, ശോചനീയമായ റോഡുകൾ, സ്കൂളുകളുടെ അവസ്ഥ സ്മാർട്ടായില്ലേ സ്കൂളുകളൊക്കെ? നോക്കൂ സുഖലാനകത്തൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ ഇവർ പറയുന്ന കിഫ്ബി വഴി ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. നോക്കൂ, ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രാമീണ റോഡുകളെല്ലാം അങ്ങെടുത്ത് പരിശോധിക്കാൻ തയ്യാറാണ്. എല്ലാ ഗ്രാമീണ റോഡുകളും സ്മാർട്ടായിട്ടുണ്ടോ? ആയിട്ടില്ല. എല്ലാ സ്കൂൾ കെട്ടിടങ്ങളും സ്മാർട്ടായിട്ടുണ്ടോ? ആയിട്ടില്ല. അതായത് പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ പഞ്ചായത്ത് സ്വന്തം നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഫണ്ട് പോലും എടുത്തുകൊണ്ടുവന്ന് കിഫ്ബിക്ക് കൊടുക്കുകയാണ്. ഈ കിഫ്ബി എവിടെ നിന്നാണ് പൈസ കൊണ്ടിരുന്നത്? വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് കൊള്ളപ്പലിശയ്ക്ക് പൈസ കൊണ്ടുവന്നിട്ട് ഇവിടെ വികസനം ചെയ്യുന്നു. ഇതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? ഈ സാധാരണക്കാരൻ്റെ എന്താണ് പറയുക, എണ്ണയടിക്കുന്ന പൈസയ്ക്ക് പോലും സെസ് വാങ്ങിച്ച്, മോട്ടോർ സെസ് വാങ്ങിച്ച്. ഇപ്പോൾ KSRTC ബസ്സിൽ കൊല്ലത്ത് വരെ ഇപ്പോൾ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ 52 രൂപ കരുനാഗപ്പള്ളിയിൽ നിന്ന് പൈസ കൊടുക്കണം സൂപ്പർവൈസർ. അതിനകത്ത് 4 രൂപ സെസ് ഉണ്ട്. ഇങ്ങനെ സാധാരണക്കാരനെ പിഴിഞ്ഞു കൊണ്ടുവന്ന് കിഫ്ബി എടുത്തിരിക്കുന്ന വായ്പയ്ക്ക് പലിശ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വികസനമാണ്. വികസനം ഉണ്ടാകേണ്ടത് ഗവൺമെന്റ് നേരിട്ട് ത്രിതല സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് വികസനം കൊണ്ടുവരണം. അത് പരിശോധിക്കുന്ന സമയത്ത് ഈ ഗവൺമെന്റ് പൂർണ്ണ പരാജയമാണ്. പിന്നെ അങ്ങ് പറഞ്ഞ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, അത് കേന്ദ്ര ഗവൺമെന്റ് എന്തെല്ലാം നോക്കി. ഈ നാട്ടിലെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കാനുള്ള പൈസ കൊടുക്കുന്നത് പോലും കേന്ദ്ര ഗവൺമെന്റാണ്. ഇതൊന്നും ആരും പറയാൻ തയ്യാറാകുന്നില്ല. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അത് പ്രതിഫലിക്കുമെന്നാണോ വിശ്വാസം? സ്വാഭാവികമായിട്ടും ജനങ്ങൾ എത്ര കാലം പറ്റിച്ചു പോകാൻ പറ്റും? കാരണം ഇപ്പൊ തന്നെ PM ശ്രീ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഈ PM ശ്രീ ഒപ്പിട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിലുള്ള പാർട്ടികൾ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടാകുന്നു. PM ശ്രീ സ്കൂളുകളുടെ സാഹചര്യങ്ങൾ നമുക്ക് അറിയാവുന്നതല്ലേ? എന്തെല്ലാം ഡെവലപ്മെന്റാണ് സ്കൂളുകളിൽ ഉണ്ടാകുന്നത്. ഇതൊന്നും കേരളത്തിന് വേണ്ടെന്ന് വാശി പിടിക്കുകയാണ്. ഇതിനെതിർക്കുന്ന കോൺഗ്രസോ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ഇത് പോയി ഒപ്പിട്ടിട്ടാണ് ഇവിടെ വന്ന് ഇത് വേണ്ടതാണ്. അപ്പോൾ കേരളത്തിന്റെ വികസന വിരോധികൾ ആരാണ്? ഈ ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. ഈ SDP ഒരു മുഖ്യ ശത്രുവായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കണത്തിൽ വിടുന്നുണ്ടോ? അവരുടെ ചിന്താഗതി, അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, അതെല്ലാം ദേശവിരുദ്ധതയാണ്. ഈ ദേശവിരുദ്ധതയെ ആർക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും? ഈ രാജ്യത്തെ മുസ്ലിം സമൂഹം പ്രോത്സാഹിപ്പിക്കൂ. ഈ മുസ്ലിം സമൂഹം SDP സ്വീകരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ മുസ്ലിം ജമാഅത്ത് പള്ളികളും SDP ആൾക്കാർ അധികാരത്തിൽ വരണ്ടേ? അവരെ അകറ്റി നിർത്തിയേക്കല്ലേ അവരെ അവിടെ അടുപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ ശത്രുക്കൾ അവരാണ്. ഞങ്ങളെക്കാൾ വലുത് ശത്രുത മുസ്ലിം സമൂഹത്തിനാണ് ശത്രുത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിൽ ഇവർ വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഈ ചില തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ BJPക്കും SDP പിന്തുണ കൊടുക്കുന്നില്ല, പക്ഷേ മതേതര കക്ഷികൾക്കൊപ്പമാണ്. എന്താണ് അങ്ങനെ ഒരു BJP ഒരു മതേതര കക്ഷി അല്ല എന്നുള്ളൊരു തോട്ട് വെച്ചാണ് അവിടെ ഇങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ നറേറ്റീവ് ഉണ്ടാക്കാനായിട്ട് ആ നറേറ്റീവിൽ ഒരു പരിധി വരെ ഇവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ നറേറ്റീവിനെ മാറ്റിയെടുക്കുന്ന ദിവസം ഉണ്ടല്ലോ BJP. അതായത് BJP ഒരു മതേതര പാർട്ടിയല്ല, BJP ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫാൾസ് നറേറ്റീവ് ഉണ്ട്. ഈ നറേറ്റീവിനെ BJP മാറ്റിയെടുത്ത് BJP തൊട്ടുകൂടായ്മ വെക്കേണ്ട പാർട്ടി അല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു നിമിഷം ഉണ്ടാവും. അത് അകലെയല്ല. ആ നിമിഷത്തിൽ ബോധ്യപ്പെടുന്ന സമയത്ത് ഈ രണ്ടു കൂട്ടരെയും ഈ പറഞ്ഞ ന്യൂനപക്ഷ സമൂഹം എടുത്ത് തോട്ടിലെറിയും. കാരണം ആ സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ് കിട്ടുന്നത്? ഈ നാട്ടിലെ പാവപ്പെട്ട അങ്ങ് പറഞ്ഞതുപോലെ ഒരു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂനപക്ഷ സമൂഹം ഏത് കാട്ടെ എന്ത് ലഭിക്കുന്നു ഇവന്? അതല്ലേ പരിശോധിക്കേണ്ടുന്നത്. ഒരു സംഘടിത വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ്. എൻ്റെ കൂടെ 1,00,000 പേരുണ്ട്, 50,000 പേരുണ്ട്, ഞാനാണ് തീരുമാനിക്കുന്നത്, എൻ്റെ തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാവങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ ചിന്താഗതി എനിക്കൊന്നും ആത്യന്തികമായി ഞങ്ങൾക്ക് നഷ്ടമേ ഉള്ളൂ. ഈ സംഘടിത വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലെ സമൂഹത്തിന്റെ പോലും ഡെവലപ്മെന്റ് സാധ്യമാകില്ല എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയം ഉണ്ടാവും. ആ തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് ഇതിനെ രണ്ടിനെ ഈ നാട്ടുകാർ ഓടിക്കും. ഈ BJP തന്നെ ഈ പണ്ട് തൊട്ടേ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്, ഒരുപാട് നാളുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി എല്ലാ സംവിധാനത്തിനും അങ്ങനെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് സിനിമാ താരങ്ങൾക്കൊക്കെ സീറ്റ് കൊടുക്കുന്നു. അങ്ങനെ എന്തെങ്കിലും പാർട്ടി അങ്ങനെ ഒരു സംവിധാനം ഇല്ല? അങ്ങനൊന്നുമില്ല. നോക്കൂ, നമ്മുടെ ലീഡർഷിപ്പിനടുത്ത് പരിശോധിച്ചോളൂ. എല്ലാവരും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാറുണ്ട്. എത്രയോ കാലമായി ഞങ്ങൾ തോറ്റു വരുന്ന പാർട്ടിയാണ്. എത്രയോ തെരഞ്ഞെടുപ്പിലായിട്ട് ഞങ്ങൾ തോക്കുകയാണ്. വീണ്ടും ഞങ്ങൾ മത്സരിക്കുകയാണ്. ആരെയും അങ്ങനെ മാറ്റി നിർത്തുന്ന ഞാൻ തന്നെ 12-13 വർഷമായിട്ടുള്ളൂ BJP വന്നതിന് ശേഷം. BJP വന്നിട്ട് ഈ 13 വർഷം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഉണ്ടാക്കിയ ഗ്രാഫ് വളരെ വലുതാണ്. ജോലി ചെയ്യാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയും പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ടുവന്ന പാർട്ടിയാണ്. ചുമതലകൾക്ക് പഞ്ഞമില്ലാത്ത പാർട്ടിയാണ്. എല്ലാവർക്കും അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് കൂടുതൽ ചുമതലകൾ തേടി വരും. അല്ലാതെ ആരെയും അങ്ങനെ പർപ്പസ്ഫുള്ളി മാറ്റി നിർത്തുന്ന ഒന്നുമില്ല. അങ്ങനെയുള്ള രാഷ്ട്രീയ സംസ്കാരം ഇല്ലാത്തത് BJPയിലുള്ളൂ. ഈ ഒരു ന്യൂനപക്ഷക്കാരന് അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ, ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരാളെ സ്നേഹത്തോടു കൂടി പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ
ചോദിക്കുകയാണ്, എന്ത് പറഞ്ഞാണ് ചേട്ടനെ ക്ഷണിക്കാൻ പോകുന്നത്? എന്നെ ക്ഷണിക്കുകയാണ്, സുഹൈൽ ഈ പാർട്ടിയിലോട്ട് വരണം എന്ന് ക്ഷണിക്കുകയാണ്, എന്ത് പറഞ്ഞ് ക്ഷണിക്കാൻ പോകുന്നത്? സുഹൈലെ, നമ്മുടെ നാടിന് വികസനം ആവശ്യമാണ് അല്ലേ? ആത്യന്തികമായി മതവും ജാതിയും വർഗവും വർണ്ണവും എല്ലാം ഒക്കെ മാറ്റിവെച്ചാൽ രാജ്യത്ത് വികസനം ആവശ്യമാണ്. സുഹൈലിന്റെ കുടുംബത്തിന് അല്ലെങ്കിൽ സുഹൈലിന്റെ ഭാവി തലമുറയ്ക്ക് സുരക്ഷിതമായും സമാധാനമായും ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. നോക്കൂ, നമ്മൾ പരിശോധിച്ച് നോക്കും, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയാണ് പോകുന്നത്? ജോലി തേടി നമ്മൾ പോലും കേൾക്കാത്ത രാജ്യങ്ങൾക്ക്, എന്താണ് ജോർജിയ, സ്ലോവാക്യ, ലിത്വാനിയ, അങ്ങനെ ഏതെല്ലാം രാജ്യങ്ങളിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. ഇങ്ങനെ പോകേണ്ടവരാണ് നമ്മുടെ കുട്ടികൾ. ഇങ്ങനെ പോകുന്നവർ അവിടുത്തെ പൗരത്വം എടുത്ത് അവിടെ തന്നെ അങ്ങ് സെറ്റിൽ ആവുകയാണ്. ആലോചിച്ച് നോക്കും, നമ്മുടെ ഒരു വൃദ്ധസദനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിന് പുറത്തേക്ക് എന്താണ് പറയുക, വിദേശ രാജ്യങ്ങളിൽ പോകാൻ സാധിക്കാത്തവർ കേരളത്തിന് പുറത്തേക്ക് ജോലി തേടി പോവുകയാണ്. ഈ സാഹചര്യം മാറണ്ടേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വികസനത്തിന് വഴുതി മുട്ടി നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് ഒഴിവാക്കണ്ടേ? വികസനം നടത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞായിരിക്കും സുഹൈലിനെ ഞാൻ ക്ഷണിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് ഏട്ടൻ പറഞ്ഞു, വികസനത്തിനൊപ്പം നിൽക്കുന്ന ഞങ്ങളോട് കൂടി എന്നാണ് പറഞ്ഞത്. ഈ മലപ്പുറത്തൊക്കെ ഈ ഒരുപാട് ഹാജിയക്കന്മാരും ഉസ്താക്കന്മാരും, മലപ്പുറം എന്ന് പറയുന്ന ഒരു പൊതുവെ പറയുന്ന ഒരു മുസ്ലിം ബെൽറ്റ് ആണ്. ഏറ്റവും കൂടുതൽ മുസ്ലിം നേതാക്കൾ, മുസ്ലിം ലീഗിന്റെ ഒരു അടിത്തറയല്ലേ, വലിയ ബേസ് ആണ്. അവിടെ നിന്ന് ഒരുപാട് പേര് ബിജെപിയിലോട്ട് വരുന്നുണ്ട്, ധാരാളം വരുന്നുണ്ട്. ഇപ്പം ബിജെപിയിലേക്ക് വരാൻ തയ്യാറാകുന്നവരെല്ലാം ഞങ്ങൾ കൂടുതൽ പോകും. ഇപ്പൊ എ പി അബ്ദുള്ളക്കുട്ടി ഇന്ന് ബിജെപിയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് അല്ലേ? ഡോക്ടർ എ പി അബ്ദുൽ സലാം സാർ വന്നു, അദ്ദേഹം ഞങ്ങളുടെ മുതിർന്ന നേതാവല്ലേ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ? ബിജെപിയിലേക്ക് വരാൻ തയ്യാറാകുന്ന എല്ലാവരെയും ഞങ്ങൾ കൂടെ നിർത്തിയാണ് പോകുന്നത്. പക്ഷേ ഞങ്ങളെ അകറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി ചില ശ്രമങ്ങൾ ആ സമൂഹത്തിനുള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു നേതാവിനെ നമ്മുടെ നാട്ടിൽ കരുനാഗപ്പള്ളി തന്നെ ഒരു പരിപാടിക്ക്, ഒരു ജമാഅത്തിന്റെ ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനമായിട്ട് വിളിച്ചു. അദ്ദേഹം ചെല്ലാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് അവർ നോട്ടീസ് വെച്ചു. അവിടെ ചെന്നിട്ട് ഈ നേരത്തെ സുഹൈൽ സൂചിപ്പിച്ച ഈ വർഗീയ കക്ഷികൾ എന്തിന് ബിജെപിക്കാരനെ വിളിച്ചു പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. ലാസ്റ്റ് ഈ പരിപാടിയുടെ തലേന്ന് അതിൻ്റെ ഭാരവാഹികൾ വന്ന് വളരെ വേദന പറയുകയാണ്, അങ്ങ് ഈ പരിപാടിക്ക് പങ്കെടുക്കരുത്, കാരണം വന്നു കഴിഞ്ഞാൽ അവർ വന്ന് വിഷയങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് അങ്ങ് വരരുത്. ഞങ്ങൾ അവിടെ പോകാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ആരാണ് ഞങ്ങളെ അകറ്റി നിർത്തുന്നത്? ഞങ്ങൾ എല്ലാ വിഭാഗവുമായും സഹകരിക്കാൻ തയ്യാറാണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് വികസനം ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ ഓച്ചിറയിൽ പില്ലർ ഹൈവേയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം മുസ്ലിം സമൂഹത്തിൽപ്പെട്ട മുസ്ലിം സഹോദരങ്ങളായിട്ടുള്ള ധാരാളം ആൾക്കാർ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്ന് നിവേദനം കണ്ടു. അദ്ദേഹം അത് സാധ്യമാക്കത്തില്ലെന്നാണോ പറഞ്ഞത്. അവിടെ ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ ആവശ്യമുണ്ട്, അതേപോലെ തന്നെ അവിടുത്തെ വ്യാപാരികളുടെ ആവശ്യമുണ്ട്, ധാരാളം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വ്യാപാര സുഹൃത്തുക്കൾ. അവരാണ് ആ വിഷയം കൂടുതൽ ടേക്കപ്പ് ചെയ്ത് ജനങ്ങളിലേക്ക്, അല്ലെങ്കിൽ പറഞ്ഞത് അധികാരികളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഞങ്ങൾ അവരെ അകറ്റി നിർത്തിയോ? ആ വിഷയം സാധ്യമാക്കുന്നവർക്ക് വാക്ക് കൊടുക്കുകയാണ്. ഇതേപോലെ ധാരാളം സ്ഥലങ്ങളിൽ നമുക്കൊപ്പം അല്ലെങ്കിൽ നമ്മളെ സമീപിക്കുന്ന ആൾക്കാരെ ആരെയും ഞങ്ങൾ അകറ്റി നിർത്താറില്ല, എല്ലാവരെയും കൂടെ കൂട്ടാനാണ് ശ്രമിക്കുന്നത്. സൈബർ പുള്ളിംഗ് ഉണ്ട്, നേതാക്കൾക്കെതിരെയുള്ള സൈബർ പുള്ളിംഗ്. ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ചില നേതാക്കളുടെ ഇരട്ടപ്പേരുകൾ പറയാനല്ലോ ബുദ്ധിമുട്ടില്ല, പുള്ളിസുര, അതുപോലെ തന്നെ ഒട്ടാം ഗോപാലകൃഷ്ണൻ, പിന്നെ കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തെ ഒരു എവിടെയോ പോയപ്പോൾ അദ്ദേഹത്തിന് കുമ്മൻ എന്ന് വിളിച്ചിട്ട് അതെന്താണ് അങ്ങനെ ഒരു ഫോക്കസ് ചെയ്ത്? കലിംഗ് തമ്പ്രാൻ എന്ന് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഒരു പേരുണ്ട്. അതെ, ചേട്ടൻ അങ്ങനെ പേര് വല്ലതും ഉണ്ടോ? ഇല്ല, എനിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ സുരേന്ദ്രേട്ടൻ അദ്ദേഹം അതൊക്കെ ആസ്വദിക്കും. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു എന്റെ മോനെ വിളിക്കുന്ന അദ്ദേഹം അത് വല്ലാതെ ആസ്വദിക്കുന്നുണ്ട്. നോക്കൂ, അതൊക്കെ ഒരു എന്താ പറയുക, ഈ വ്യക്തിപരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ചില സന്തോഷം കിട്ടും. ഇങ്ങനെ ഒരാളെ ആക്ഷേപം പറയുന്ന സമയത്ത് കുറച്ച് ലൈക്കുകളുടെ പുറകെയാണല്ലോ ഇപ്പൊ എല്ലാം. എന്ത് നിലപാടും ഇപ്പൊ ലൈക്കുകൾക്കാണ്. ലൈക്കുകൾക്ക് തോനെ കിട്ടാൻ എന്തും പറയും. ആ തരത്തിലുള്ളതാണ് അത്. എല്ലാവരും ആസ്വദിക്കുകയാണ്. ആദ്യമൊക്കെ ചിലപ്പോൾ വിഷമം തോന്നുമായിരിക്കും, പിന്നെ കുറെ കഴിയുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയോ? ഒന്നുമില്ല. അല്ല, അങ്ങനല്ല. ഒരു പോസിറ്റീവ് വൈബിൽ നിന്ന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലൂടെ ആ ആളെ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത തരത്തിലേക്ക് വന്നോ? എല്ലാവരും ശ്രദ്ധിക്കാത്ത തരത്തിലേക്ക് വന്ന ഒരു പേര് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ വിളിക്കുന്നവർ വളരെ കുറവല്ലേ. ഒരു സമൂഹത്തിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 100 പേരെടുത്ത് പരിശോധിച്ചാൽ 1 or 2 പേരായിരിക്കും ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ ഇടുന്നത്. അതൊക്കെ അവർ ആസ്വദിക്കുന്നുണ്ട്, നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. എന്തായാലും ചെറിയ സമയമാണ്, ഒരുപാട് സന്തോഷം. ശരി, ഓക്കെ. ആദ്യമായിട്ടായിരിക്കും ഒരു നേതാവ് ഇതിനകത്ത് പറയുന്നത് എന്ത് വേണേലും ചോദിച്ചു, ഒരു ബുദ്ധിമുട്ടുമില്ല, ചോദിക്കാൻ പറ്റുന്ന എല്ലാം ചോദിച്ചു. ഓക്കെ ഏട്ടാ, താങ്ക് യു. എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. എല്ലാവിധ ആശംസകളും.